LP, UP, CATED, Education and Child Psychology, Class 13, 14 and 15 Model Questions. First one, Adolescence is the period of stress and strain എന്ന് പറഞ്ഞത് സ്റ്റാൻലി ഹാൾ. പിൽക്കാല ബാല്യത്തിന്റെ അവസാന കാലം അറിയപ്പെടുന്നത് ലേറ്റൻസി പീരീഡ് അന്തർലീന ഘട്ടം. കളിപ്പാട്ടങ്ങളുടെ പ്രായം ടോയ് ഏജ് എന്നറിയപ്പെടുന്ന വികസന ഘട്ടം ഏർലി ചൈൽഡ്ഹുഡ് ആദ്യ ബാല്യം. അഡോൾസിയർ എന്ന പദത്തിൽ നിന്നുമാണ് അഡോൾസൻസ് എന്ന വാക്ക് ഉടലെടുത്തത്. അഡോൾസിയർ ഏത് ഭാഷയിലെ പദമാണ്? ലാറ്റിൻ. ഒരാളിൽ വളർച്ച നിലയ്ക്കുന്ന ഘട്ടമാണ് പരിപക്വനം മെച്ചുറേഷൻ. തന്നിരിക്കുന്നവയിൽ പിൽക്കാല ബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ 0 to 3 years, ഓപ്ഷൻ ബി 3 to 6 years, ഓപ്ഷൻ സി 6 to 9 years, ഓപ്ഷൻ ഡി 9 to 12 years. പിൽക്കാല ബാല്യം ലേറ്റർ ചൈൽഡ്ഹുഡ്. ആൻസർ ഈസ് ഡി 9 to 12 years. സെവൻത് വൺ, കൗമാരത്തെ താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം എന്ന് വിശേഷിപ്പിച്ചത് ഹോളിംഗ് ബർത്ത്. എയ്ത്ത് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, വികാസം ഒരു അനുസ്യൂത പ്രക്രിയയാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓപ്ഷൻ ബി, വികാസം പാരിമാണികമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓപ്ഷൻ സി, വികാസം ഒരു ആന്തരിക പ്രക്രിയയാണ്, ഇന്റേണൽ പ്രോസസ് ആണ്. ഓപ്ഷൻ ഡി, വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്, ക്യുമുലേറ്റീവ് ആണ്. ഇതില് വികാസം ഒരു അനുസ്യൂത പ്രക്രിയയാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് വൺ, വികാസം പാരിമാണികമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഈ പ്രസ്താവന ശരിയല്ല, കാരണം വികാസം ഗുണാത്മകമാണ്, ക്വാളിറ്റേറ്റീവ് ആണ്. വളർച്ചയാണ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ ഈ പ്രസ്താവന എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ്. നെക്സ്റ്റ് വൺ, വികാസം ഒരു ആന്തരിക പ്രക്രിയയാണ്, ഇന്റേണൽ പ്രോസസ് ആണ്, ശരിയായ പ്രസ്താവനയാണ്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്, അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഈസ് ബി, വികാസം പാരിമാണികമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. കാരണം വികാസം എന്താണ്? ഗുണാത്മകമാണ്, അത് ക്വാളിറ്റേറ്റീവ് ആണ്. വളർച്ചയാണ് പാരിമാണികം, ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വൺ, പാരമ്പര്യത്തിന്റെ വാഹകർ ഡാഷ് ആണ്, ജീനുകളാണ്. ജീനുകളാണ് പാരമ്പര്യത്തിന്റെ വാഹകർ. വികസന ഘട്ടങ്ങളിൽ മാനസിക സംഘർഷങ്ങളുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൗമാരം. താങ്ക് യു.